വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. തെറ്റിലേക്ക് നയിക്കുന്ന അനേക ചതിക്കുഴികളുടെ ഇടയിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. സർപ്പം ഹവ്വയെ ചതിച്ചതുപോലെ വിശ്വസിച്ചിരിക്കുന്നവർ പോലും ചതിക്കുന്ന കാലം. അനുദിനം വിശാലമാകുന്ന ലഹരിയുടെ ലോകം. പുതിയ ഉൽപ്പന്നങ്ങളും പുത്തൻ മാർഗവുമായി വളർന്നു വരുന്ന തലമുറകളെ ലഹരി ചുറ്റിപ്പിടിക്കുന്നു. ഒരിക്കൽ അകപ്പെട്ടു പോയാൽ പിന്നെ ഒരു വിധത്തിലും രക്ഷപ്പെടുവാൻ സാധിക്കാത്ത അവസ്ഥ. അറിഞ്ഞോ അറിയാതെയോ ഈ ചതിയിൽ നമ്മുടെ മക്കളും വീണുപോകാം. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യുവാൻ മാതാപിതാക്കന്മാർ കരുതൽ ഉള്ളവരായിരിക്കണം. തൻ്റെ കുടുംബത്തിൽ ശുദ്ധീകരണ പ്രവർത്തനം നടത്തിയ ഒരു പിതാവാണ് ഇയ്യോബ്. ഓരോ ആഴ്ചവട്ടം തികയുമ്പോഴും തൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ചു വരുത്തി ഈ പിതാവ് അവരെ ശുദ്ധീകരിച്ചിരുന്നു. ഇയ്യോബ് 1:5 വാക്യം. ഇയ്യോബിൽ കൂടി എല്ലാ മാതാപിതാക്കന്മാർക്കും നൽകിയിരിക്കുന്ന ആലോചനയാണ് ഇത്. പാപമോചനത്തിനും ശുദ്ധീകരണത്തിനുമായി പ്രാർത്ഥിക്കുന്ന ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് 51. നമ്മളുണ്ടായിരിക്കേണ്ട 3 അവസ്ഥകളെ ഈ സങ്കീർത്തനം ചൂണ്ടിക്കാണിക്കുന്നു. ഒന്നാമത്തെ അവസ്ഥ, ശുദ്ധീകരിക്കപ്പെട്ട അനുഭവം. നാം ഓരോരുത്തരെക്കുറിച്ചും ഉള്ള ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണം ആണ്. അതുകൊണ്ട് ദുർനടപ്പുകൾ വിട്ടൊഴിഞ്ഞ് ശുദ്ധീകരണത്തിലും മാനത്തിലും നമ്മെ തന്നെ നേടിക്കൊള്ളണം എന്ന 1 തെസ്സലോനിക്കർ 4:3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ജീവിതത്തിലുണ്ടാകുന്ന കുറവുകളെയും അശുദ്ധിയെയും വിവിധ സാഹചര്യങ്ങളിൽ കൂടി കർത്താവ് ഓർപ്പിക്കുന്നുണ്ട്. ആരാധനയിൽ കൂടിയും വചനധ്യാനത്തിൽ കൂടിയും നമ്മുടെ ചുറ്റിലും നടക്കുന്ന വിവിധ സംഭവങ്ങളിൽ കൂടിയും ഒക്കെ കർത്താവ് നമ്മുടെ ബലഹീനതകളെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. നാം അത് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നില്ല എന്നതാ വാസ്തവം. ആരാധനാമധ്യയാണല്ലോ യെശയ്യാവ് തൻ്റെ അശുദ്ധിയെ കണ്ടത്. നാഥാൻ പ്രവാചകൻ ദരിദ്രനായ ഒരുവൻ്റെ പെൺകുഞ്ഞാടിനെ കുറിച്ചുള്ള കഥ പറഞ്ഞുകൊണ്ട് ദാവീദിൻ്റെ അടുക്കൽ വന്ന് ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുമ്പോൾ തൻ്റെ പാപത്തെ കണ്ടുകൊണ്ട് ദാവീദ് പറയുന്നത്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. 2 ശമൂവേൽ 12:13. തൻ്റെ പാപത്തെക്കുറിച്ച് അനുതപിച്ച് ദാവീദ് പ്രാർത്ഥിച്ചു, ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. സങ്കീർത്തനം 51:7 വാക്യം. കർത്താവ് വിവിധ മാർഗങ്ങളിൽ കൂടി തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടും അത് മനസ്സിലാക്കി ശുദ്ധീകരിക്കപ്പെടുവാൻ നാം തയ്യാറാകുന്നില്ല. സ്വയം നീതിമാൻ എന്ന് നടിച്ചുള്ള ജീവിതമല്ലേ നാം ഇന്ന് നയിക്കുന്നത്? ഈ വിധത്തിൽ എത്ര നാൾ മുൻപോട്ട് പോകുവാൻ ഒക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതം വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ ഒരിക്കലും വിടുവിക്കുകയില്ല. അതുകൊണ്ട് ദാവീദിനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം, ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന്. രണ്ടാമത്തെ അവസ്ഥ, രൂപാന്തരം. ദാവീദിന്റെ പ്രാർത്ഥന, സ്ഥിരമായ ഒരാത്മാവിനാൽ എന്നെ പുതുക്കണമേ എന്ന്. ശുദ്ധീകരിക്കപ്പെട്ട ഹൃദയങ്ങളാണ് രൂപാന്തരപ്പെട്ട് ശക്തി പ്രാപിക്കുന്നത്. ഫോർഡ് കമ്പനിയുടെ ഒരു മുദ്രാവാക്യം ഇപ്രകാരമാണ്, എ ക്ലിയർ എൻജിൻ ഓൾവേസ് ഡെലിവേഴ്സ് പവർ. അതായത് ശുദ്ധീകരിക്കപ്പെട്ട എൻജിൻ കൂടുതൽ ശക്തി നൽകും. നമ്മിലുള്ള കല്ലായ ഹൃദയത്തെ മാറ്റി മാംസമായ ഹൃദയം നൽകി രൂപാന്തരപ്പെടുത്തുന്നത് കർത്താവ് മാത്രമാണ്. യെശയ്യാവ് 11:19 വാക്യം. മാംസമായ ഹൃദയം ലഭിപ്പാൻ ഒന്നാമത് നമ്മിൽ പശ്ചാത്താപം ഉണ്ടാവണം. പശ്ചാത്താപം മാനസാന്തരത്തിലേക്കും അത് പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്കും നമ്മെ നയിക്കും. 2 കൊരിന്ത്യർ 5:17 വാക്യം. ക്രിസ്തുവിലായി തീരുമ്പോൾ ആണ് രൂപാന്തരപ്പെട്ട അനുഭവം നമ്മിൽ ഉണ്ടാകുന്നത്. മൂന്നാമത്തെ അവസ്ഥ, വേർതിരിക്കപ്പെട്ട അനുഭവം. രൂപാന്തരപ്പെട്ട അനുഭവം നമ്മെ എത്തിക്കുന്നത് കർത്താവിനായി വേർതിരിക്കപ്പെട്ട അവസ്ഥയിലേക്കായിരിക്കും. അതായത് നമ്മുടെ മുഴുവൻ ആളത്വവും കർത്താവിനായി വേർതിരിക്കപ്പെടുന്ന അവസ്ഥ. അതായത് നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മിലും ആയിത്തീരുന്ന അനുഭവം. തൻ്റെ മുഴുവൻ ആളത്വത്തെയും ദൈവത്തിന് വേർതിരിച്ചുകൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, എനിക്ക് മനസ്സൊരുക്കമുള്ള ആത്മാവിനെ തരണമേ. സങ്കീർത്തനം 51:12.
എനിക്ക് നീതിയെ ഘോഷിക്കുന്ന നാവ് തരണമേ. 51:14. എനിക്ക് സ്തുതിക്കുന്ന അതിരത്തെ തരണമേ. 51:15. അതായത് തൻ്റെ ആത്മാവും നാവും അധരവും എല്ലാം ദൈവത്തിനായി വേർതിരിച്ച് സമർപ്പിക്കുന്ന അനുഭവം. ഈ ഒരു വേർപെട്ട അനുഭവമാണ് നമുക്കും ആവശ്യം. അത് ലഭിക്കണമെങ്കിൽ ക്രൂശിനെ അനുഗമിക്കുവാൻ നാം തയ്യാറാവണം. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ക്രൂശിലെ രക്തത്താൽ ശുദ്ധീകരിച്ച് ഒരു പുതിയ സൃഷ്ടിയായി എന്നെ രൂപപ്പെടുത്തണമേ. എൻ്റെ മുഴുവാളത്വം നിനക്കായി സമർപ്പിച്ച് നീ എന്നിലും ഞാൻ നിന്നിലുമായി തീരുന്ന അവസ്ഥയിലേക്ക് എന്നെ നയിക്കണമേ. ആമേൻ. പാടൂ